യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം 2-3 വാക്യങ്ങളൊന്ന് വായിക്കാം. So I'd like to read James chapter 1 verses 2. പരീക്ഷകൾ നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ്. Tests are something which we do not enjoy. എന്നാൽ യാക്കോബ് അപ്പോസ്തലൻ ദൈവസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ But as James is writing to the church, താൻ ഇങ്ങനെയാണ് പറയുന്നത്. he says so. വിശ്വാസികൾക്ക് പരീക്ഷകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. He said, consider pure joy, my brothers and sisters, whenever you face trials. ആമേൻ. പല വിധത്തിലുള്ള പരീക്ഷകൾ ദൈവമക്കൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. Many types of trials for the children of God. എന്നാൽ ആ പരീക്ഷകളൊന്നും ഒരു പരാജയമല്ല, ഒരു തകർച്ചയ്ക്ക് വേണ്ടിയല്ല ദൈവം അനുവദിക്കുന്നത്. മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്കായിട്ടും ദൈവിക ബലത്തിനായിട്ടുമാണ് ദൈവം അയക്കുന്നത്. Surely not for the destruction of you, but for your success and your glory. ആമേൻ. അതൊക്കെ നമ്മളെ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവം അനുവദിക്കുന്നത്. All these trials and tribulations strengthens you in your faith. ആമേൻ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയുവാൻ ഒരു കാര്യമുണ്ട്. So when I ask you, you have one thing to say. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വന്ന പരീക്ഷകളൊക്കെ അത് എൻ്റെ നന്മയ്ക്കായിരുന്നു എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്നത്. Hoping you have the testimony that the last couple of days, months and year was all the trials and tribulations was for your strengthening in the faith. അതുകൊണ്ടാണ് നിങ്ങൾ ആരോഗ്യത്തോടെ ഇവിടെ ആയിരിക്കുന്നത്. So you are full of joy and health. അതുകൊണ്ടാണ് സന്തോഷത്തോടെ ഇവിടെ ആയിരിക്കുന്നത്. Full of happiness. ആമേൻ. ദൈവത്തിന്റെ വചനം പരിശോധിച്ചാൽ if you examine the word of God, ആമേൻ, വിവിധ ഇടങ്ങളിൽ പരീക്ഷകൾ അനുഭവിച്ച ദൈവഭക്തന്മാരെ നമുക്ക് കാണുവാൻ at many കഴിയുന്നുണ്ട്. places we can see the prophets of God enduring trials. അബ്രഹാമിന്റെ ജീവിതത്തിൽ പരീക്ഷയുണ്ടായിരുന്നു. There were trials in Abraham's life. ആ പരീക്ഷ അവന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി. That turned out to be a blessing in his life. ആമേൻ. ജോബിന്റെ ജീവിതത്തിൽ പരീക്ഷയുണ്ടായിരുന്നു. The life of Job, he faced many trials. അവന്റെ പരീക്ഷ അതൊരു സമൃദ്ധിയിലേക്ക് നടത്തുന്ന അനുഭവമായി And മാറി. it led into prosperity. പൗലോസിന്റെ ജീവിതത്തിൽ പരീക്ഷയുണ്ടായിരുന്നു. The life of Paul, അവനെ ശക്തിപ്പെടുത്തുന്ന അനുഭവമായിരുന്നു അതിൽ കൂടി ഉണ്ടായത്. experience that strengthened him. അതിൽ അവൻ തകർന്നു പോയില്ല. He did not wither away. ആമേൻ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പരീക്ഷകൾ അത് നമ്മളെ തകർക്കാനല്ല, ആമേൻ, നമ്മളെ ബലപ്പെടുത്താനാണ്. The trials in our life is not to destroy us but to strengthen us. നമുക്കൊക്കെ പല കാര്യങ്ങൾ പറയാനുണ്ട്. We have many things to say. പല ചിന്തകൾ പങ്കുവെക്കാനുണ്ട്. Many thoughts to share. ആമേൻ. പല വിഷമങ്ങൾ പറയാനുണ്ട്. Many sorrows to share. പക്ഷേ വ്യക്തിപരമായി നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയുന്ന ആൻസർ ഇതാണ്. But if asked personally, you'll say, അതിലൊന്നും ഞാൻ പരാജയപ്പെട്ടില്ല. I have not fallen in രോഗങ്ങൾ കടന്നു വന്നായിരുന്നു. I've had many sicknesses. അവൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ I've had ഉണ്ടായിരുന്നു. many financial crises. ഞെരുക്കങ്ങൾ ഉണ്ടായിരുന്നു. Many constraints. അവൻ അവയിലൊക്കെയും ദൈവം എന്നെ കരം പിടിച്ച് സഹായിച്ചു. And in all of these things God held my hand and pulled me out. അവൻ പരീക്ഷകളിൽ കൂടി കടന്നുപോയ ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഒന്ന് തൊട്ട് സംസാരിച്ച് ഞാൻ ഈ സെക്ഷൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. So we're going to touch on a man who faced such trials. അവൻ ആ മനുഷ്യന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 30-ാമത്തെ അധ്യായത്തിലാണ്. So his history starts in Genesis chapter 30. ഏകദേശം 14 അധ്യായങ്ങളാണ് ദൈവവചനത്തിനകത്ത് അദ്ദേഹത്തെ കുറിച്ച് എഴുതുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആമൻ നീക്കി വെച്ചിരിക്കുന്നത്. So about 14 chapters about him in the Bible. ഭൂമിയുടെ ഉൽപ്പത്തിയെ കുറിച്ച് എഴുതുവാൻ 2-3 വാക്യങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ ഭൂമിയുടെ ആമൻ പണിയെ കുറിച്ച് എഴുതുവാൻ ദൈവം മാറ്റിവെച്ചത്. So for the work of the earth or the creation, God used maybe 2 or 3 verses. എന്നാൽ ദൈവത്തിന് വേണ്ടി നിന്ന ഭക്തന്മാരുടെ ജീവിതത്തെ കുറിച്ച് എഴുതുവാൻ അധ്യായങ്ങളും ബുക്കുകളും തന്നെ ബൈബിളിനകത്ത് ദൈവം മാറ്റിവെച്ചു. But for the men, the people that stood for him, he's given many chapters and books. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ആമൻ ചില ബുക്കുകളാക്കുവാൻ കഴിയുന്നതാണ്. Many of our lives, the things we go through could be in a book. ആമേൻ. പലരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഭൂമിയിൽ ഒരു ബുക്കാക്കുവാൻ ചിലർക്കെങ്കിലും കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ കടന്നുപോയ എല്ലാം എഴുതി കുറിച്ചു വച്ചിരിക്കുന്ന ചില പുസ്തകങ്ങൾ സ്വർഗ്ഗത്തിലുണ്ട്. And all this is being recorded in heaven. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി റിവാർഡുകൾ തരുന്ന ഒരു സ്വർഗ്ഗത്തിലെ ദൈവമാണ്. There's a heaven that provides rewards for you. ഇവിടെ കാണുന്ന മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് വലിയ സ്ട്രഗിളുകളിൽ കൂടി കടന്നുപോയ ജീവിതമാണ്. This man that we see here has gone through many struggles. വലിയ തകർച്ചയിൽ കൂടി കടന്നുപോയ ജീവിതമാണ്. Many failures and destruction. എന്നാൽ 37-ലാണ് ചരിത്രം എഴുതി അവൻ പരിശുദ്ധാത്മാവ് വചനത്തിനകത്ത് രേഖപ്പെടുത്തുന്നത്. And since 37 we can see the full. ഹല്ലേലൂയ. ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം അവൻ ദൈവത്തോട് അടുത്തിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. What we can see about this man was he was very close to God. അപ്പന്റെ പ്രിയ
പ്രിയപുത്രനായിരുന്നു. He was his father's dear son. 37 രണ്ടാമത്തെ വാക്യത്തിനകത്ത് വായിക്കുന്ന അപ്പന്റെ 2-3 വാക്യങ്ങൾ വായിക്കുന്നത് അപ്പന്റെ പ്രിയപുത്രനായിരുന്നു ജോസഫ്. So Genesis 37 verse 1 and 2, we can see that he was the precious son or the dear son of Joseph. തന്റെ ഭവനത്തിൽ താൻ ഒരു രാജകുമാരനെ പോലെയാണ് അവൻ ജീവിച്ചു വന്നത്. He lived as a prince in his household. അതുകൊണ്ട് തന്നെ തന്റെ സഹോദരന്മാർക്ക് തന്നോട് വലിയ അസൂയയായിരുന്നു. And so brethren had massive hate towards him. അവൻ അപ്പന്റെ പ്രിയപുത്രൻ എന്നതിനേക്കാൾ ദൈവത്തിന്റെ ഒരു പ്രിയപുത്രനായിരുന്നു ജോസഫ്. And also he was the favored son from God. ദർശനമുള്ളവൻ, He saw many dreams, വെളിപ്പാടുള്ളവൻ, so many revelations. ദൈവത്തിന്റെ ആത്മാവുള്ളവൻ. He had the Holy Spirit in him. ഒത്തിരി കാര്യങ്ങൾ അവൻ വചനത്തിനകത്ത് ജോസഫിനെ കുറിച്ച് പറയുന്നുണ്ട്. We can see many things written about him in the ആമേൻ. Bible. ജാതീയ രാജാവായ ഫറവോ പോലും പറയുന്നുണ്ട്, ദൈവാത്മാവുള്ള ഒരു മനുഷ്യനെ പോലെ, ജോസഫിനെ പോലെ ഒരു മനുഷ്യനെ കണ്ടെത്തുമോ എന്ന് ആമേൻ രാജാക്കന്മാർ പറയുന്നുണ്ട്. Even kings wrote about him or said, can we find another one as such filled with the Holy Spirit? അവന്റെ ജീവിതം വളരെ സന്തോഷത്തോടെ അപ്പന്റെ ഭവനത്തിൽ പോകുമ്പോൾ He lived his life very happily in his father's house. ഞാൻ പറഞ്ഞല്ലോ, അപ്പന്റെ ഏറ്റവും പ്രിയപുത്രനായിരുന്നു As I ജോസഫ്. said, he was his father's dear son. ജോസഫിന് 17 വയസ്സായപ്പോൾ When he was 17 years of age, അവൻ സഹോദരന്മാരുടെ വിശേഷം അന്വേഷിക്കുവാൻ, അവരുടെ ജോലിയിൽ അവരുടെ വിശേഷം അന്വേഷിക്കുവാൻ ജോസഫിനെ അവരുടെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടു. he was sent to see about his brothers. അവൻ ആ 17-ാമത്തെ വയസ്സ് മുതൽ തന്റെ ജീവിതത്തിൽ കഷ്ടത ആരംഭിച്ചു. Since 17, he faced many അവൻ trials. ദൈവം അവനോട് പല ആവർത്തി സംസാരിച്ചിട്ടുണ്ട്. God spoke to him many times. പലവിധ സ്വപ്നങ്ങൾ അവന് കൊടുത്തിട്ടുണ്ട്. So many dreams. അവനെ അനുഗ്രഹിക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. God said that he'd bless him. എല്ലാ വിധത്തിലും അവൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു And he മനുഷ്യനായിരുന്നു. was blessed in every single way. അവൻ ദൈവത്താലും മനുഷ്യനാലും അനുഗ്രഹിക്കപ്പെട്ട By മനുഷ്യൻ. God and man, he was blessed. എന്നാൽ സംഭവിച്ചത് 17-ാമത്തെ വയസ്സ് മുതൽ അവന്റെ ജീവിതത്തിൽ കഷ്ടത ആരംഭിച്ചു. Tragedy stuck at age 17 and സഹോദരന്മാരുടെ ആമൻ ക്ഷേമം അന്വേഷിക്കുവാൻ കടന്നുപോയ ജോസഫ് ആമൻ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെടുകയായിരുന്നു he was ചെയ്തത്. thrown into the pit. 37:24 ജെനസിസ് ചാപ്റ്റർ 37 വേഴ്സ് 24 വായിക്കുന്നത്, അവനെ പൊട്ടക്കുഴിയിലേക്ക് സഹോദരന്മാർ തള്ളിയിട്ടു. Genesis chapter 37 verse 27, we can see he was put into the pit. 37:28 വായിക്കുന്നത്, അവനെ ഒരു കച്ചവട ചരക്കാക്കി വിൽക്കുന്നത് നമുക്ക് കാണുവാൻ And in കഴിയുന്നു. verse 28, we can see that he was sold off. 39:1 വായിക്കുന്നത്, ആമൻ മിസ്രൈമിലെ ഒരു ആമൻ വ്യക്തിയുടെ വീട്ടിൽ ഒരു അടിമയായിട്ട് അവൻ പോകുന്നതായിട്ട് കാണുന്നു. And in chapter 39 verse 1, we can see he was a slave in a minister's house. 39:20 പറയുന്നത്, അവൻ കാരാഗൃഹത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് കാണുന്നു. 39:29 says he was thrown into prison. ഹല്ലേലൂയ. 17-ാമത്തെ വയസ്സ് മുതൽ ആമൻ ഏകദേശം 29-ാമത്തെ വയസ്സ് വരെ ഏകദേശം 13 വർഷം കഷ്ടതയുടെ തീച്ചുളയിൽ കൂടി കടന്നുപോയ ഒരു മനുഷ്യനായിരുന്നു ജോസഫ്. And since the age of 17, for almost 13 years, he went through these struggles. അവൻ ഒരിക്കലും അവൻ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത വലിയ പീഡകളിൽ കൂടി ജോസഫ് കടന്നുപോയി. He went through massive suffering which he had not even thought of. പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം, ജോസഫേ നീ അപ്പന്റെ ഇഷ്ടപുത്രനായിരുന്നുവല്ലോ. You may ask Joseph, were you not the favored son of your father? ആമേൻ. ജോസഫേ നീ ദൈവിക വെളിപ്പാടുള്ള മനുഷ്യനായിരുന്നുവല്ലോ. Were you not a person who saw dreams from ആമേൻ. God? ജോസഫേ നീ സ്വപ്നം വ്യാഖ്യാനിക്കുന്ന Did മനുഷ്യനായിരുന്നല്ലോ. you not interpret dreams? എന്തുകൊണ്ടാണ് നിന്റെ ജീവിതം ഇങ്ങനെ ആയി തീർന്നത്? Why so is your life in such ആമേൻ. way? എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയി തീർന്നത്? Why so are you like this? ആമേൻ. ഒരുപക്ഷെ ജോസഫിന് പറയുവാൻ ആൻസർ ഇല്ല. Maybe Joseph may not have an answer. യാതൊരു ആൻസറും അവന് പറയുവാനില്ല. No answers to give. പക്ഷേ ആമൻ അവനെ അറിഞ്ഞ ദൈവം, അവനെ കരുതുന്ന ദൈവം, അവനോട് കൂടെ ഇരിക്കുന്ന ദൈവത്തോട് ചേർന്ന് അവനായിരുന്ന എല്ലാ അനുഭവത്തിലും ആയിരിക്കുവാൻ അവൻ മനസ്സ് വെച്ചു. But he set his mind to stay with God and be with God all through his trials. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ദൈവത്തോട് അല്ലെങ്കിൽ മനുഷ്യനോട് യാതൊരു തെറ്റും ചെയ്യുവാൻ ജോസഫ് തുനിഞ്ഞില്ല. Through his words and action, he never once turned against God. ആമേൻ. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, Tonight, let me tell you, നമ്മുടെ ജീവിതയാത്രയിൽ വിവിധങ്ങളായ വിഷയങ്ങളിൽ കൂടി നാം കടന്നു പോകേണ്ടവരാണ്. we are people who go through many walks of life. യാക്കോബിന്റെ ലേഖനത്തിനകത്ത് എഴുതിയിരിക്കുന്നത് പോലെ In the book of James, as it is വിവിധ written, പരീക്ഷകളിൽ കൂടി നമ്മൾ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. there are chances you may face many trials and എന്നാൽ ആ tribulations. പരീക്ഷകളൊന്നും ദൈവസന്നിധിയിൽ നമ്മളെ തകർത്ത്
കളയുന്ന അനുഭവങ്ങളല്ല, അതെല്ലാം നമ്മളെ ദൈവസന്നിധിയിൽ ഉയർത്തുന്ന, ജീവിതത്തിൽ പുതിയ വാതിലുകൾ തുറക്കുന്ന, ജീവിതത്തിൽ പുതിയ വഴികൾ തുറക്കുന്ന അനുഭവങ്ങളാണെന്ന് മനസ്സിലാകുന്നവർ കരങ്ങൾ അടിച്ചു കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പൊട്ടക്കുഴിയിൽ നിന്ന് കച്ചവടച്ചരക്കായി ജോസഫ് മാറി. He was put into the pit and sold off. അടിമച്ചന്തയിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. To the slave market he was sold off. അടിമ വീട്ടിൽ പാർക്കേണ്ടതായിട്ട് വന്നു. He was forced to live in the slave house. കാരാഗൃഹത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. He was put to prison. ഒരിക്കലും പോസിറ്റീവായിട്ട് ഒന്നും പറയാൻ അവന്റെ ജീവിതത്തിലില്ല. There was nothing that he could boast about or say positive about his life. എന്നാൽ അവിടെ എല്ലാം ദൈവം അവനെ സൂക്ഷിച്ചു. But God protected him through all these situations. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. What's written there is, അവൻ 39ന്റെ രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 39:2 says, പൊത്തിഫേറിന്റെ വീട്ടിൽ അവൻ ഒരു അടിമയായി നിൽക്കുമ്പോൾ വചനം ഇങ്ങനെയാണ് പറയുന്നത്, യഹോവ അവനോട് കൂടെയിരുന്നു. and whilst he was a slave in the Pharaoh's minister's house, സമയം കഴിഞ്ഞപ്പോൾ 39ന്റെ 20 എഴുതിയിരിക്കുന്നു, അവൻ കാരാഗൃഹത്തിലേക്ക് പോകേണ്ടി വന്നു. he was forced to go to prison. കാരാഗൃഹത്തിലേക്ക് പോയപ്പോൾ കാരാഗൃഹത്തിലും ദൈവം അവനോട് കൂടെയിരുന്നു. But we can see God was with him. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് ഒരു ദൂത് വിളിച്ചു പറയട്ടെ. Tonight let me tell you, നിങ്ങൾ കടന്നുപോയ വിവിധങ്ങളായ അനുഭവങ്ങളുണ്ട്. all the trials that you went through. ഒരുപക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം, എന്റെ കൂടെ ദൈവമില്ലയോ? You may ask, is God not with me? ആമേൻ. ദൈവം എന്റെ കൂടെ ഇല്ലയോ? Is God not with me? ആമേൻ. ദൈവമക്കളെ, വചനപ്രകാരം ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. But let me tell you, according to the Bible, God is with you. ആമേൻ. വചനത്തിനകത്ത് എഴുതിയിരിക്കുന്ന ജോസഫിന്റെ കൂടെ കാരാഗൃഹത്തിലും ദൈവം ഉണ്ടായിരുന്നു. The Bible says even in the prison gates God was with Joseph. അടിമ വീട്ടിലും ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. Even in the slave house God was with him. പൊട്ടക്കുഴിയിലും അവന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. Even in the bottomless pit he was with him. ഇന്ന് രാത്രികാലം നീ കടന്നു പോകുന്ന എല്ലാ തകർച്ചയിലും ഉയർച്ചയിലും നിന്റെ കൂടെ ദൈവം ഉണ്ട്. And through every highs and lows that you go through, God is with you. ആമേൻ. ഒരുപക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം, പിന്നെ എന്തുകൊണ്ട് എന്റെ ജീവിതം ഇങ്ങനെ? And you may ask, then why is my life so? ആമേൻ. നിന്നെ കൊണ്ട് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. Because he has a plan in place for you. നിന്റെ ജീവിതം കൊണ്ട് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. There's a plan in place for your life. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, 13 വർഷമാണ് ജോസഫ് കണ്ടിട്ടില്ലാത്ത കഷ്ടതയിൽ കൂടി അവൻ കടന്നുപോയത്. And do you know 13 years Joseph went to the unimaginable? അവൻ ഒരു വഴിക്കൂടെ അവൻ കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ, as he was going through the suffering in a way, പാരലലായി മറ്റൊരു വഴി, അല്ലെങ്കിൽ ആമൻ അതിന്റെ കൂടെ മറ്റൊരു വഴി ദൈവം വെട്ടി തുറക്കുകയായിരുന്നു. parallel to that God was making another way for him. ഹല്ലേലൂയ. ഫറവോന്റെ കൊട്ടാരത്തിലേക്ക്, ഈജിപ്തിലെ മന്ത്രിപദത്തിലേക്ക്, ഉയർച്ചയുടെ പടവുകളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കഷ്ടതയിൽ കൂടി അവനെ കടത്തിവിട്ട് അവൻ ഉയരങ്ങളിലേക്ക് കയറ്റിവിടുകയായിരുന്നു. To the Pharaoh's palace, to all these sufferings and tribulations, he had a plan in place for him. ഇന്ന് രാത്രികാലം ആർക്കെങ്കിലും ഈ വിധത്തിൽ ഭാരങ്ങളോ പ്രയാസങ്ങളോ, ആമേൻ, കർത്താവേ എന്റെ ഹൃദയം നീ കാണുന്നില്ലേ, എന്റെ ജീവിതം നീ കാണുന്നില്ലേ, ഇനി എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുമോ, ഇങ്ങനെ പോയാൽ ശരിയാകുമോ? ഇല്ല. ആമേൻ. ദൈവം നിന്റെ കൂടെ ഉണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കൂടെ ഉണ്ട്. പൊട്ടക്കിണറ്റിൽ നീ ഏകനായിരുന്ന നിനക്ക് തോന്നിയേക്കാം, പക്ഷേ ദൈവം നിന്റെ കൂടെ ഉണ്ട്. കാരാഗൃഹത്തിൽ നീ ഏകനാണെന്ന് നിനക്ക് തോന്നിയേക്കാം, എന്നാൽ യേശു നിന്റെ കൂടെ ഉണ്ട്. ആമേൻ. ഒരു ഉയർച്ചയുടെ പടവിലേക്ക്, ഒരു പടിയിലേക്ക് ദൈവത്തിന്റെ നടത്തിപ്പാണെന്ന് അവൻ തിരിച്ചറിഞ്ഞെന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ജോസഫിനോട് ചോദിച്ച ജോസഫ് പറയും, If you ask Joseph, he may say, ആമൻ, ഞാൻ ഈ കടന്നു പോയ അനുഭവങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. everything that I went through I do not know. ഞാൻ അറിയാത്ത വഴിയിൽ കൂടി ഞാൻ പോയതാ. I went through the unknown. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, But one thing I do know, എന്റെ മേലുള്ള അഭിഷേകം കുറഞ്ഞു പോയില്ല. the anointing on me did not go down. കാരാഗൃഹത്തിൽ സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ കൃപ എനിക്കുണ്ടായിരുന്നു. He gave me grace to interpret the dreams in the prison. ഹല്ലേലൂയ. പൊത്തിഫേറിന്റെ ഭവനത്തിലും വിശുദ്ധി സൂക്ഷിക്കുവാനുള്ള കൃപ Even in എനിക്കുണ്ടായിരുന്നു. the minister's house, he gave me the grace to stay steadfast. അവൻ സഹോദരന്മാർ തള്ളിക്കളഞ്ഞിട്ടും അവരോടൊരു വാക്ക് പോലും മറുത്തു പറയാതെ ആമൻ എന്റെ നാവിനെ അടക്കുവാനുള്ള കൃപ എനിക്കുണ്ടായിരുന്നു. Even when my brothers betrayed me, he gave me the grace. അതുകൊണ്ട് തന്നെ എനിക്കറിയാം എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന്. And so I know my God is with me. ഞാൻ കണ്ട സ്വപ്നം അവൻ ഫുൾഫിൽ ചെയ്യാൻ പോകുകയാണ്. And he has fulfilled my dreams. ഹല്ലേലൂയ. ഞാൻ കണ്ട ദർശനം എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തു തരാൻ പോകുകയാണ്. He's going to fulfill my dreams in my life. 13 വർഷം കഴിഞ്ഞ after 13 years, ഒരു ദിവസം ആമൻ അവനൊരു കോള് വരികയാണ്. and after 13 years he gets this call. ഫറവോന്റെ സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ
interpret the dream of the Pharaoh. ഹല്ലേലൂയ. നീ അറിയാതെ നിനക്ക് ചില കോളുകൾ വരാൻ You're പോകുകയാണ്. going to get these unknown calls. ഹല്ലേലൂയ. 13 വർഷം ലഭിക്കാത്തൊരു കോള് അവൻ ദൈവം നിനക്ക് തരാൻ പോകുകയാണ്. This call that he had not received for the last 13 years, he gets. ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. Holy Spirit. അവൻ ചില ഹൃദയങ്ങളെ ആത്മാവ് ടച്ച് ചെയ്യുന്നു. He's going to touch some hearts. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ അറിയാതിരിക്കുമ്പോൾ അവൻ ചില വിളികൾ അവൻ എന്നേക്കുമായി നിന്റെ ജീവിതത്തെ തിരിക്കുന്ന നിന്റെ ജീവിതത്തെ സമാധാനത്തിലേക്ക് സന്തോഷത്തിലേക്ക് ചലിപ്പിക്കുന്ന ചില ദൈവിക കോളുകൾ നിനക്ക് വരാൻ പോകുകയാണ്. 30-ാമത്തെ വയസ്സിൽ അവനെ ദൈവം ലിഫ്റ്റ് ചെയ്തു. And at age 30 he lifted him. അവനെ ലിഫ്റ്റ് ചെയ്തത് എവിടെ നിന്നാണെന്നറിയാമോ? And you know from where he lifted him? കാരാഗൃഹത്തിൽ നിന്ന് സിംഹാസനത്തിലേക്ക്. From the depths of prison to the palace. ദൈവത്തിന് അത് പറ്റും. God can. നീ കാരാഗൃഹത്തിലാണെങ്കിലും ഒറ്റ ദിവസം ഒറ്റ കോള് കൊണ്ട് നിന്നെ സിംഹാസനത്തിൽ എത്തിക്കാൻ ശക്തിയുള്ളവരാണ് നമ്മുടെ ദൈവം. And from a single move he can move you. ഓ ജീസസ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഒറ്റ കോള് കർത്താവിന്റെ, ഒറ്റ ടച്ച്, ഒറ്റ ഇടപെടിയില്ല. ഹല്ലേലൂയ. 13 വർഷത്തെ പരാജയം, 13 വർഷത്തെ കഷ്ടത, 13 വർഷത്തെ വേദന, ഒറ്റ സമയം ഒറ്റ ടച്ചിൽ, ഒറ്റ വിളിക്കകത്ത് അവൻ മാറിപ്പോയി. ഹല്ലേലൂയ. 18 വർഷം കൂനയായിരുന്ന സ്ത്രീ അവൾ പറയാണ്, എനിക്ക് എന്നാണ് ഒന്ന് നിവരുവാൻ കഴിയുന്നത്? The woman who was hunchback for all her life, she asked, when can I be straight? ഞാൻ നിരന്തരം ആലയത്തിൽ കടന്നു വരുന്നുണ്ട്. I come to the church regularly. ആരാധനയ്ക്ക് കടന്നു വരുന്നുണ്ട്. Come to worship. പക്ഷെ എനിക്ക് നിവരുവാൻ കഴിയുന്നില്ല. But I not see results. ഹല്ലേലൂയ. എന്നെ നിവർത്താതെ വണ്ണം വലിയ ഭാരം എന്റെ മുതുകിലിരിക്കുകയാണ്. There's massive burden on my shoulders. എന്നാൽ അന്ന് യേശു അവിടെ ഉണ്ടായിരുന്നു. Jesus was there. യേശു അവളുടെ മുതുകത്തെ തൊട്ടു. Jesus touched her. അവൾ നിവർന്നു. And she was set straight. ചിലരൊക്കെ നിവരാൻ പോകുകയാണ്. Some people are going to be set straight. ഹല്ലേലൂയ. ചിലരൊക്കെ നിവരാൻ പോകുകയാണ്. Hallelujah. ഒരുപക്ഷെ ഹൃദയത്തിനകത്ത് ആരോടും പറയാതെ ആർക്കും അറിയാതെ ചിലതൊക്കെ ഹല്ലേലൂയ മറ്റുള്ളവരോട് തുറന്നു പറയാൻ കഴിയാതെ കഴിഞ്ഞ 12 മാസം അല്ല ചില വർഷങ്ങൾ നീ ചുമന്നുകൊണ്ട് നടന്ന ചിലതുണ്ട്. അതിനെയൊക്കെ എൻ്റെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കാൻ പോകുകയാണ്. വിശ്വാസം കൈവിടരുത്. ഡോണ്ട് ഗിവ് അപ്പ്. പുറകോട്ട് മാറരുത്. ചിലത് ദൈവം ചെയ്തെടുക്കാൻ പോകുകയാണ്. 12 വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീ, The woman who had clots for 12 years. കഴിഞ്ഞ 12 വർഷമായി അവളുടെ മുതലെല്ലാം നഷ്ടപ്പെട്ടു. From the last 12 years she lost everything she had. സമൂഹത്തിൽ നിന്ദിക്കപ്പെട്ടു. She was put down in society. ഒറ്റപ്പെട്ടു. She was singled. ആരും അവളെ ഗൗനിക്കുന്നില്ല. No one took her serious. ആരും അവളെ ഹോണർ ചെയ്യുന്നില്ല. She was not honored. പാപിയും അശുദ്ധയുമായിട്ട് അവൾ മാറ്റപ്പെട്ടു She was നിൽക്കുകയാണ്. seen as a sinner and an unclean person. എന്നാൽ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെ തൊട്ടപ്പോൾ As she touched the cloth of Jesus, അവളുടെ 12 വർഷത്തെ പ്രശ്നം കർത്താവ് നിർത്തി. that 12 years of pain was moved. ചില വർഷങ്ങളുടെയോ മാസങ്ങളുടെയോ പെയിനുകളെ ഒറ്റ സ്പർശനത്തിൽ ദൈവം അതിനെ നിർത്തുന്നു. അത് നിർത്താൻ പോകുകയാണ്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുകയാണ്. വചനം പറയുന്നത് 13 വർഷമാണ് ജോസഫ് കഷ്ടത അനുഭവിച്ചത്. Bible says again 13 years he suffered. എന്നാൽ 80 വർഷം അവൻ ഒരു രാജാവിനെ പോലെ ഈജിപ്തിലായിരുന്നു. But he ruled Egypt for 80 years. 110-ാമത്തെ വയസ്സിലാണ് ജെനസിസ് 50-ൽ 110-ാമത്തെ വയസ്സിലാണ് ജോസഫ് മരിക്കുന്നത്. He died at age 110. എന്നാൽ 80 വർഷമാണ് ഈജിപ്തിന്റെ രാജാവ് കഴിഞ്ഞാൽ അതിന്റെ മുഴു അധികാരിയുമായിട്ട് നിന്നത് 80 വർഷമാണ്. For 80 years he had the highest position in Egypt. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. Tonight there's something you must understand. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. നിന്റെ ജീവിതത്തിലുള്ള കഷ്ടതകൾ അത് സഹിഷ്ണുതകളായും സഹിഷ്ണുതകൾ സിദ്ധതകളായും സിദ്ധതകൾ പ്രത്യാശ ചില പുതിയ ഭാവിയായിട്ട് മാറുന്ന നാളുകൾ ഉണ്ടാകാൻ പോകുകയാണ്. കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ, പരീക്ഷയിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ ഭൂമിയിൽ മാത്രമല്ല നിങ്ങൾക്കുള്ള റിവാർഡ്, അത് ഉയരത്തിലും നിങ്ങൾക്ക് റിവാർഡ് ഉണ്ട്. And as you go through pain and suffering, it's not just the earth that you get the rewards, but in heaven as well.